പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ കനത്ത നാശനഷ്ടമാണ് പുഞ്ച് മേഖലയിൽ ഉണ്ടായത്. ആളുകളെ മാറ്റി താമസിപ്പിച്ചുകൊണ്ട് സുരക്ഷാ സേന സ്വീകരിച്ച മുൻകരുതൽ നടപടികളാണ് നിരവധി പേരുടെ ജീവൻ രക്ഷിച്ചത്. പുഞ്ചിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥികളായ സിയാൻ ഖാനും സഹോദരി ഉർവ ഫാത്തിമയും കൊല്ലപ്പെട്ട മേഖലയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പൂഞ്ച് രജൌരി ഉൾപ്പെടെയുള്ള അതിർത്തി മേഖലകൾ നിലവിൽ ശാന്തമാണെങ്കിലും കഴിഞ്ഞ കുറച്ചധികം മണിക്കൂറുകളായി യാതൊരു തരത്തിലുമുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എങ്കിൽ പോലും 9, 10 തീയതികളിൽ അതിരൂക്ഷമായ ഷെല്ലാക്രമണമാണ് പൂഞ്ച് മേഖലയിൽ നടന്നിട്ടുള്ളത്. ഞാനിപ്പോഴുള്ളത് പൂഞ്ചിലാണ്. ഇവിടെ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. അതിർത്തി മേഖലയിൽ പൂഞ്ച് നഗരത്തിലാണ് ജനവാസ മേഖലയിലേക്ക് ഷെല്ലാക്രമണം നടത്തിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്താണ് പൂഞ്ചിൽ ക്രൈസ്റ്റ് സ്കൂളിന് സമീപം. ആ ക്രൈസ്റ്റ് സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികൾ, ഒരേ വീട്ടിലെ 2 കുട്ടികൾ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള വെടിവെപ്പും ഷെല്ലാക്രമണവും ഉണ്ടായതോടുകൂടി വീട്ടിൽ നിന്ന് കുടുംബത്തോടൊപ്പം പുറത്തേക്ക് മറ്റ് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറാൻ ശ്രമിക്കുമ്പോഴാണ് ആ കുട്ടികൾക്ക് നേരെ ഷെല്ലാക്രമണം ഉണ്ടായിട്ടുള്ളത്. പാകിസ്ഥാന്റെ മര്യാദഘട്ട പ്രകോപനം ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് പാകിസ്ഥാനിലെ ഭീകരവാദ ക്യാമ്പുകൾ അടിച്ചു തകർത്തപ്പോൾ പൂഞ്ച് ഉൾപ്പെടെയുള്ള ജനവാസ മേഖലയിലേക്ക്, അതിർത്തിക്കടുത്തുള്ള ജനവാസ മേഖലയിലേക്ക് ഷെല്ലാക്രമണം നടത്താനാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടായിട്ടുള്ളത്. ഈ നിലവിൽ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളായി ആളുകൾ പൂർണ്ണമായും പുറത്ത് മറ്റ് സുരക്ഷിത കേന്ദ്രങ്ങളിലായിരുന്നു. കഴിഞ്ഞ കുറച്ചധികം മണിക്കൂറുകളായി പ്രകോപനങ്ങൾ, വെടിവെപ്പ്, ഷെല്ലാക്രമണം ഇല്ലാത്തതിനാൽ വീടുകളിലേക്ക് ആളുകൾ തിരിച്ചെത്തി തുടങ്ങുകയാണ്. സ്വന്തം വീടിൻ്റെ അവസ്ഥ അവർ പരിശോധിക്കുകയാണ്. ഇവിടെ ആളുകൾ വീടുകളിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. भाईजान आपका नाम क्या है? मेहताब दिन। क्या हुआ था इधर उस दिन, 9-10 तारीख को क्या क्या हुआ था? सर 10 को नहीं हुआ, ये हमारा 7 को सुबह मॉर्निंग में हुआ था। क्या हुआ था? हम उस टाइम ऊपर थे, सुबह 3 बजे यहाँ पे आ गए थे, नीचे इसमें आ गए थे, बेसमेंट में आ गए थे। हाँ जी। ये पूंछ में क्या क्या हुआ था? क्योंकि हम लोग इधर देखने के टाइम सभी शटर के सामने, घर के सामने सब टूटा हुआ है। हाँ जी। सर पहला बम मुझे लगता है जो ऊपर पड़ा, फ्रंट पे पड़ा, ऊपर की कंडीशन आप खुद देख लेना। फिर दूसरा यहाँ पे पड़ा दूसरी स्टोरी में, तो फिर जो यहाँ पे पड़ा तीसरे वाला यहाँ पे पड़ा, 3 एक साथ ही पड़े। और ये गिल्ली के पास 2 बच्चे मर गया। सर ये साथ वाले मकान में रेंट पे रहते थे, तो रिलेटिव थे वो हमारे, तो वो बाहर निकले, गाड़ी मंगवाई उन्होंने घर से। जब ये बमबारी शुरू हुई तो वो यहाँ से बेचारे निकलते ही यहीं पे गली में जो है कि। वो बच्चे के नाम क्या है? ज़ेहान और जोया। एक का नाम ज़ेहान है, एक का जोया। कई बाकी लोगों को क्या कुछ गड़बड़ हो गया? बाकी लोगों के सर बाकी लोगों को और तकरीबन ठीक है। यहाँ पे मेरे ही मकान पे पड़े, उनके पे नहीं पड़े थे। वो बेचारे निकल रहे थे घर पे, मुझे लगी यहाँ पे लगी है, यहाँ पे स्प्लिटर लगा था, यहाँ पे लगा है, यहाँ पे मिसिस को लगा है गोड़े में। बच्चे थे हमारे 2, वो भी बच गए। അദ്ദേഹത്തിന് ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം ആ പരിക്കുകളാണ് കാണിച്ചു തന്നിട്ടുള്ളത്. കൂടാതെ ഇവിടെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് അവരുടെ റിലേറ്റീവായിട്ടുള്ള, ബന്ധുക്കളായിട്ടുള്ള 2 കുട്ടികൾ കൂടിയാണ്. ഈ വീടിൻ്റെ മുകൾ നിലയിലാണ് ഷെല്ല് പതിച്ചിട്ടുള്ളത്. തീർച്ചയായും വലിയ രീതിയിൽ എത്രത്തോളം അപകടം ഇവിടെ ആ ഷെല്ലാക്രമണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും കാണാൻ സാധിക്കും. ഈ വീടിൻ്റെ മുകൾ നിരയിലാണ് ഇത്തരത്തിൽ ഷെല്ല് വന്ന് പതിച്ചിട്ടുള്ളത്. വലിയ നാശനഷ്ടം വീടിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ വീടിൻ്റെ 2ാം നിലയിലേക്കാണ് ഷെല്ല് പതിച്ചിട്ടുള്ളത്. പൂഞ്ച് മേഖലയിലെ ഒരുവിധം എല്ലാ മേഖലകളിലും നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇത്തരം ദൃശ്യങ്ങളാണ്. ഇത്തരത്തിൽ ജനവാസ കേന്ദ്രങ്ങളിൽ അതിശക്തമായ അക്രമം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായതുകൊണ്ട് തന്നെയാകണം പാകിസ്ഥാന്റെ സൈനിക താവളങ്ങളിലും വ്യോമ കേന്ദ്രങ്ങളിലും ഉൾപ്പെടെ മിസൈലുകൾ പായിപ്പിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രത്യാക്രമണം ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം അത്രയധികം നാശനഷ്ടങ്ങളാണ് ഭാരതത്തിൻ്റെ അതിർത്തി മേഖലയിൽ, ഞങ്ങളിപ്പോൾ നിൽക്കുന്ന പൂഞ്ച് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ്റെ ഷെല്ലാക്രമണത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീടിൻ്റെ
രണ്ടാം നിലയിലാണ് ഷെല്ല് വന്ന് പതിച്ചിട്ടുള്ളത്. ഇതിന് താഴെ ഈ ഇടവഴിയിലാണ് 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുഞ്ഞുങ്ങൾ ഈ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഏതായാലും ഈ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പരിശോധന ഇപ്പോൾ സുരക്ഷാ സേന നടത്തി വരുന്നുണ്ട്. ഒപ്പം പ്രതിരോധ നിര ശക്തമാക്കിക്കൊണ്ട് ഇനിയൊരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അതിശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും എന്ന കൃത്യമായ, അതിശക്തമായ എന്ന് പറയുമ്പോൾ ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ സർവനാശം കാണുന്ന തിരിച്ചടി ഉണ്ടാകും എന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നതിന് കാരണവും ഇത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തിന് ലഭിച്ചതുകൊണ്ട് തന്നെയാകും. ഏതായാലും വലിയ നാശനഷ്ടം പൂഞ്ച് മേഖലയിൽ പാകിസ്ഥാന്റെ പ്രകോപനം മൂലം ഉണ്ടായിട്ടുണ്ട്. 2 കുഞ്ഞുങ്ങൾ മരിച്ചു. കൂടാതെ മറ്റ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 16 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു ജവാൻ പൂഞ്ച് മേഖലയിൽ വീരമൃത്യു വരിച്ചിട്ടുണ്ട്. പൂഞ്ച് മേഖലയിൽ, പൂഞ്ചിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയ മേഖലയിൽ നിന്നും ഉണ്ണി കെ വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം.